നമസ്കാരം. നമസ്തേ കേരളയുടെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അമ്മാസ് കെയറിലെ ഡെലീന ആൻറ്റിയാണ്. സ്വാഗതം ഡെലീന ആൻറ്റി ഞങ്ങളുടെ ഷോയിലോട്ട്. താങ്ക് യു ശ്രുതി, എന്നെ ഇതിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എന്താണ് അറിയേണ്ടത്? ഓക്കെ, അപ്പം അമ്മാസ് കെയറിലെ ഡെലീന ആൻറ്റിനെ കുറിച്ച് ആദ്യമേ നമുക്ക് പറയാം. ഡെലീന ആൻറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഏകദേശം 23 വർഷങ്ങളായിട്ട് ഇവിടെ ക്രൈസ്റ്റ് ചർച്ച് CDHPയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം നമുക്ക് അമ്മാസ് കെയറിനെ കുറിച്ച് കൂടുതൽ ഡെലീന ആൻറ്റിയോട് ചോദിച്ചറിയാം. പറയൂ ആൻറ്റി, അമ്മാസ് കെയറിനെ കുറിച്ച്. അമ്മാസ് കെയർ ഇപ്പോൾ തുടങ്ങിയിട്ട് 5 വർഷമായി. ഞാൻ എൻ്റെ മോൾക്ക് കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ അവളെ ഹെൽപ്പ് ചെയ്തത് കണ്ടുകൊണ്ട് പലരും എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് ആൻറ്റി ഞങ്ങളെ ഒന്നും ഹെൽപ്പ് ചെയ്യാത്ത എന്താണെന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പോൾ അവർക്ക് കെയർ അല്ലെങ്കിൽ അഡ്വൈസ് ആവശ്യമുണ്ട് എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ അമ്മാസ് കെയർ അങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങിയത്. ബിസിനസ്സൊന്നുമല്ല, എൻ്റെ ഒരു പാഷനാണ്. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുക, കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും ആദ്യമായിട്ട് അമ്മയാകുന്നവർക്ക് അവർക്ക് വേണ്ട അഡ്വൈസ് കൊടുക്കുക. അത് എൻ്റെ ഒരു പാഷനാണ്. ഞാൻ ബാക്ക് ഇൻ ഇന്ത്യ മിഡ്വൈഫറി പഠിച്ചതാണ്, പക്ഷേ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ അത് നഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം അതങ്ങ് ടച്ച് വിട്ടുപോയായിരുന്നു. പക്ഷെ മോളെ കുളിപ്പിക്കുകയും മോളുടെ കെയറൊക്കെ മോൾക്ക് കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ കെയറൊക്കെ ചെയ്തപ്പോൾ വീണ്ടും അത് തുടങ്ങണമെന്നും അത് തോന്നി. അങ്ങനെ ഞാൻ ഒത്തിരി പിള്ളേരെ ഇപ്പോൾ കഴിഞ്ഞു. ഒത്തിരി പേർക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളാണെന്ന് എനിക്ക് തോന്നി. പിന്നെ കോവിഡിൻ്റെ സമയത്ത് ആർക്കും അവരുടെ പേരൻസിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥ വന്നപ്പോൾ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ആദ്യമായിട്ട് അമ്മമാരാകുന്നവർക്ക് എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ അഡ്വൈസൊക്കെ കൊടുക്കാനായിട്ട് എനിക്ക് തോന്നി. അങ്ങനെയാണ് അമ്മാസ് കെയർ ഉളവായത്. ഓ നൈസ് ആൻറ്റി. ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന നമുക്ക് പേരൻസിന് അല്ലെങ്കിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അല്ലേ കോവിഡിൻ്റെ സമയത്ത്. ഇപ്പോഴും ചിലർക്കൊക്കെ ഇപ്പം പ്രായമായിട്ടുള്ള അപ്പനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങോട്ട് വരാൻ പാടാണ്. അപ്പം ആൻറ്റീനെ വിളിച്ചാൽ ആൻറ്റിയുടെ അമ്മാസ് കെയർ ആൻറ്റി കൊടുക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും അതൊരു നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. അപ്പം എങ്ങനെയാണ് ആൻറ്റി, ഏത് സമയം തൊട്ടാണ് നമ്മൾ ആൻറ്റിയുടെ കെയർ നമുക്ക് ആവശ്യമായി? ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയമാണോ, എപ്പോഴാണ് കൂടുതലായിട്ടും നല്ലൊരു സമയം? പ്രഗ്നൻ്റ് ആകുമ്പോൾ തന്നെ എന്നെ വിളിക്കുന്നതാണ് എനിക്ക് താല്പര്യം. കാരണം ഹോൾ പ്രഗ്നൻസിയിൽ അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതായിരിക്കുമല്ലോ ഒരു അമ്മ എന്ന് പറയുമ്പോൾ. അമ്മയാകുമ്പോൾ ഒരു അമ്മയുടെ അഡ്വൈസ് ആ പ്രഗ്നൻസി മുഴുവനായിട്ടും തുടങ്ങുന്നതാണ്. അപ്പോൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ തന്നെ സംശയങ്ങൾ ഓരോന്നോരോന്നുണ്ടാകാം. അപ്പോൾ അന്നേരം മുതലേ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ അഡ്വൈസ് പറഞ്ഞു കൊടുക്കും. പിന്നെ യൂഷ്വലി സാധാരണ എല്ലാവരും ഒക്കെ ആ സമയമാകുമ്പോഴാണ് വിളിക്കാറ്. അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ അന്നേരം ഉള്ള ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള ഡെലിവറിയുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇവിടെ മിഡ്വൈഫ് അവൈലബിൾ ആണ്. മിഡ്വൈഫിനെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. പ്രഗ്നൻ്റ് ആയ ഉടനെ നമ്മൾ മിഡ്വൈഫിനെ കോണ്ടാക്ട് ചെയ്യണം ഇവിടെ. അപ്പോൾ ആ മിഡ്വൈഫ് വന്ന് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും അമ്മയാകുന്നവർക്ക് അവർക്ക് വേണ്ട അഡ്വൈസ് കൊടുക്കുകയും അവരുടെ ഡെലിവറി സമയത്തൊക്കെ അവർ കൂടെ ഇരിക്കുകയും എല്ലാം ചെയ്തു കൊടുക്കും. പിന്നെ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് മാത്രമേ സാധാരണ സഹായിച്ചിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് മിഡ്വൈഫ് എല്ലാ ഹെൽപ്പും അവരുടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന എല്ലാ ഹെൽപ്പും മേടിച്ചതിന് ശേഷം നമ്മുടേതായ രീതിയിൽ എന്തൊക്കെ ചെയ്തു കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പം കുളിപ്പിച്ച് കൊടുക്കും. കുഞ്ഞുങ്ങളെ ഒന്ന് കുളിപ്പിക്കാനൊക്കെ ആദ്യമായിട്ടൊരു ജീവൻ നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ പേരൻസിന് അത് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും ആദ്യമായിട്ട് ഇത് ചെയ്യുന്നു കുഞ്ഞുങ്ങളുണ്ടാകുന്നവർക്ക്. പിന്നെ അമ്മമാരാണെങ്കിൽ തന്നെയും വരുന്ന അമ്മമാർക്ക് എല്ലാവർക്കും ഒന്നും കുളിപ്പിച്ച് പരിചയം കാണത്തില്ല. അപ്പോൾ അവരുടെ അമ്മമാർക്കും ആദ്യമായിട്ടൊന്ന് കുളിപ്പിച്ച് കാണിച്ചു കൊടുക്കുന്നത് ഒരു നല്ല ഒരു ഇതാണ്. എല്ലാവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കാണിച്ചു തന്നാൽ ചെയ്യാമെന്ന്. ചിലർക്ക് 1 പ്രാവശ്യം കാണിച്ചു കൊടുത്താൽ മതി, ചിലർക്ക് 2 പ്രാവശ്യം കാണിച്ചു കൊടുക്കണം. ഒരാഴ്ച വരെ ഞാൻ കുളിപ്പിച്ച് കൊടുത്ത വ്യക്തികൾ ഉണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇതനുസരിച്ച് അവർ പഠിച്ചെടുക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസ് അനുസരിച്ച് അവരത് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ അപ്പോൾ കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചു കൊടുക്കും. അമ്മമാർക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള അഡ്വൈസ് പറഞ്ഞു കൊടുക്കും. ആയുർവേദ മരുന്നുകളൊക്കെ എടുക്കാനായിട്ട് എവിടെ കിട്ടും, എങ്ങനെ കിട്ടും, അതൊക്കെ പറഞ്ഞു കൊടുക്കും. അതൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളതും എങ്ങനെ കുടിക്കണം എന്നുള്ളതും ഒക്കെ അഡ്വൈസ് പറഞ്ഞു കൊടുക്കും.
കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കേണ്ടത്? കാരണം നമ്മളിപ്പോൾ ന്യൂസിലൻഡിലായതുകൊണ്ട് തന്നെ ഇവിടെ വേർക്കുന്നോ അതുപോലെ ചെളിയൊന്നും അങ്ങനെ കുട്ടികൾ പറ്റുന്നില്ലല്ലോ. അപ്പം എത്ര ഫ്രീക്വൻ്റ് ആയിട്ടായിരിക്കും കുട്ടികളെ കുളിപ്പിക്കേണ്ടത്? കുട്ടികളെ കുളിപ്പിക്കേണ്ടത് ഇവിടെ സാധാരണ കുഞ്ഞുങ്ങളുണ്ടായ ഉടനെ മിഡ് വൈഫും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് പറയും നമ്മൾ കൊച്ചുങ്ങളെ ഉടനെ ഒന്നും കുളിപ്പിക്കരുതെന്ന്. കാരണം വെർണിക്സ് എന്ന് പറഞ്ഞൊരു ഒരു ഇതുണ്ട്, അതിങ്ങനെ പ്രൊട്ടക്ഷന് വേണ്ടി ദൈവം പ്രൊട്ടക്ഷന് വേണ്ടി പിള്ളേർക്ക് കൊടുത്ത് പിള്ളേരുണ്ടാകുമ്പോൾ അതുണ്ടാകുന്ന വെളുത്തിരിക്കുന്ന ഒരു സാധനം, അത് നമ്മൾ കഴുകി കളയരുതെന്നാണ് പറയുന്നത്. അത് പ്രൊട്ടക്ഷനായിട്ട് അവിടെ ഇരിക്കണം. ശരിക്കും കുളിപ്പിക്കേണ്ടത് പൊക്കിൾക്കൊടി പോയതിന് ശേഷമാണ്. അപ്പോൾ പൊക്കിൾക്കൊടി പോകുന്നത് സാധാരണ 5 to 7 ഡേയ്സിൽ പൊക്കിൾക്കൊടി പോകും. അത് കഴിയുമ്പോൾ നമുക്ക് കൊച്ചുങ്ങളെ കുളിപ്പിക്കാൻ തുടങ്ങും. കുളിപ്പിക്കുമ്പോൾ 40 ഓയിൽ എന്ന് പറഞ്ഞൊരു മഞ്ഞൾ എണ്ണ എന്നാണ് ഞാൻ സാധാരണ പറയാറ്. അത് ആയുർവേദത്തിലെ ഒരു മരുന്ന് ഓയിലാണ്. ആ ഓയിൽ തേച്ചാണ് കുളിപ്പിക്കുന്നത്. അപ്പോൾ തേച്ച് കുളിപ്പിക്കുക എന്നുള്ളത് അതൊരു പ്രൊസീജിയറാണ്. അത് കണ്ട് പെട്ടെന്ന് അങ്ങ് പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ മദർ ആൻഡ് പേരൻസിന് അത് പെട്ടെന്ന് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ. പേരൻസ് പിള്ളേരുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് വന്നു കഴിയുമ്പോഴേക്കും അവർക്കതങ്ങ് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാനും പെട്ടെന്ന് അത് ചെയ്യാനുമായിട്ടും കഴിയും. അപ്പം അങ്ങനെ അതങ്ങ് കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പോൾ അത് അങ്ങനെ തേച്ചാണ് കുളിപ്പിക്കുന്നത്. പിന്നെ 7 ദിവസം കഴിഞ്ഞ് നമുക്ക് കുളിപ്പിക്കാൻ തുടങ്ങാം. പിന്നെ ഒത്തിരി തണുപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഒന്നും കുളിപ്പിക്കണ്ട. അല്ലെങ്കിൽ രാവിലെ ഒന്ന് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് വൈകിട്ടൊന്ന് തുടച്ചെടുത്തിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. സമ്മറൊക്കെ ആണെങ്കിൽ, വിൻ്ററിലൊക്കെ ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സൊക്കെ കുളിപ്പിച്ചാൽ മതി കൊച്ചുങ്ങൾ. തീർച്ചയായിട്ടും. പിന്നെ ആൻറ്റി, ഇവിടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നുള്ള കുട്ടികൾക്ക് എക്സിമ പ്രോൺ കുഞ്ഞുങ്ങളായിരിക്കും കുറേയൊക്കെ ഉണ്ടാവുക. ഇവിടെ മിക്കവർക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പം അവർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആൻറ്റി എന്തെങ്കിലും സജഷൻസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? എക്സിമ ഒത്തിരി ഉണ്ടെന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അലർജി എക്സിമ എന്ന് പറയുന്നതിലും ഈ ഡ്രൈ ആയിട്ട് ഈ വെതറിൻ്റെ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡ്രൈ ആയിട്ട് അങ്ങ് സ്കിന്നൊക്കെ അങ്ങ് പൊളിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഈ 40 ഓയിൽ എന്ന് പറഞ്ഞ ആ സാധനം അതിനകത്ത് മഞ്ഞ കളറാണ്. അത് തേച്ച് കുളിപ്പിക്കുന്ന പിള്ളേർക്ക് ഞാൻ ഇത് കണ്ടിട്ടില്ല. എക്സിമ കണ്ടിട്ടില്ല. ഞാൻ കുളിപ്പിച്ച ഒരു പിള്ളേർക്കും ഈ അലർജിയുടെ കംപ്ലൈൻറ്റ് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഓയിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ട്. അത് വാങ്ങിച്ച് തേച്ച് കുളിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. അത് ഇച്ചിരി മഞ്ഞൾ കളറ് ഉടുപ്പിലെല്ലാം ആ മഞ്ഞ കളറ് ഒക്കെ ഉണ്ടാകും. പക്ഷേ അത് ഒത്തിരി വർത്താണ്. അത് ഈ എക്സിമ ഒരിക്കലും ഉണ്ടായിട്ടില്ല പിള്ളേർക്ക്. ഞാൻ കുളിപ്പിച്ച പിള്ളേർക്കൊന്നും എക്സിമയുടെ ശല്യം ഉണ്ടായിട്ടില്ല. അതിനു മുമ്പൊക്കെ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. എല്ലാ പിള്ളേർക്കും ഇത് ഉണ്ട്. ഡ്രൈ ആയിട്ട് എക്സിമ എന്ന് പറയുന്നതിലും ഡ്രൈ സ്കിൻ വന്നിട്ട് അതങ്ങ് വേഴ്സ് ആകുവാണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഇനി നമുക്ക് അമ്മയിലോട്ട് വരാം. അപ്പം ഇപ്പം നോർമൽ ഡെലിവറി, സിസേറിയൻ ഡെലിവറി. അപ്പം സിസേറിയൻ ഡെലിവറിയിൽ എപ്പോഴായിരിക്കും നോർമൽ ഡെലിവറി? എനിക്ക് തോന്നുന്നത് നമുക്ക് ഉടനെ തന്നെ മരുന്നുകൾ, നമ്മുടെ നാടൻ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലേ? നാടൻ മരുന്നുകളൊക്കെ നമുക്ക് ആയുർവേദിക് മെഡിസിൻ ഇവിടെ അവൈലബിൾ ആണല്ലോ. അവർ ഡെലിവറി ആയ ഉടനെ തന്നെ മരുന്നുകൾ, ലേഹ്യം, ധന്വന്തരം, ഗുളിക അങ്ങനെയൊക്കെ അവർ കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഡിസ്ചാർജ് ആയി കഴിയുമ്പോഴേക്കും ഈ ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ക്ലെക്സൈന് അങ്ങനെയുള്ള പല മരുന്നുകൾ, ഇംഗ്ലീഷ് മെഡിസിൻസ് കാണും. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ആയുർവേദം കൂടെ കഴിക്കരുതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ അഡ്വൈസ്. അപ്പോൾ അതൊക്കെ നിർത്തി കഴിയുമ്പോൾ ഈവൻ പനഡോൾ, ഇബുപ്രൂഫൻ അങ്ങനെയുള്ള മരുന്നുകൾ, ആൻറ്റിബയോട്ടിക്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നിർത്തി കഴിയുമ്പോഴാണ് ആയുർവേദിക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്ക് ഈ ആയുർവേദവും കുഴമ്പൊന്നും വലിയ താല്പര്യമില്ലാത്തവരും ഉണ്ട്, പക്ഷെ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. എല്ലാവരെയും അടച്ച് ഞാൻ പറയുമല്ല. അത് ഇഷ്ടമുള്ളവരും ഉണ്ട്, പക്ഷെ ഒത്തിരി പേർക്ക് അതിനോട് വലിയ താല്പര്യമില്ല. എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ആയുർവേദം ഒത്തിരി നല്ലതാണ്. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നത് പോലെ ആ ആയുർവേദ മരുന്നുകളൊക്കെ എടുക്കുന്നതാണ് നല്ലത്. അത് കൊച്ചുങ്ങൾക്കും അത് നല്ലതാണ്. അരിഷ്ടമൊക്കെ കഴിക്കുമ്പോൾ ബ്രസ്റ്റ് മിൽക്കിലൂടെ പിള്ളേർക്ക് ഈ ആയുർവേദം
മരുന്ന് കിട്ടും, മരുന്നിൻ്റെ ആ എഫക്റ്റ് പിള്ളേർക്കും കിട്ടും. അപ്പോൾ ഈ ഗ്യാസ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കുറഞ്ഞിരിക്കും. എസ്പെഷ്യലി ആ അരിഷ്ടമെങ്കിലും കഴിക്കണമെന്ന് ഞാൻ അഡ്വൈസ് ചെയ്യാറുണ്ട്. അരിഷ്ടമെങ്കിലും കഴിച്ചാൽ നല്ലതാണ്, നമുക്കും ഗ്യാസ് ഉണ്ടാകത്തില്ല, പിള്ളേർക്കും ഇതില്ല. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ ആ കുഴമ്പ്, തന്നന്തരം കുഴമ്പെന്ന് പറഞ്ഞൊരു കുഴമ്പുണ്ട്, ഞാനിപ്പോഴും അത് ഉപയോഗിക്കാറുണ്ട്. വളരെ സുഖമാണ്, അതൊരു റിലാക്സിങ് കിട്ടും നമുക്ക്. നമ്മൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ബോഡിയൊക്കെ വളരെ ഒരു സോഫ്റ്റായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് കുളിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അതിനൊക്കെ ഒരു ബലവും വരും, നമ്മൾ കുറേ കൂടിയൊക്കെ ഒന്ന് റിലാക്സ് ആകും. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി എഫക്ട്സ് ഉണ്ട് അത് ചെയ്യുന്നത്. അതുകൊണ്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഇത്. ഒരു മണവും ഒരു ചീത്ത മണവും അതുമൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ അങ്ങ് പൊക്കോളും. അത് പിന്നെയാണെങ്കിൽ ഇപ്പോഴില്ലേ വേറെ ഒത്തിരി സ്പ്രേയോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ജോലിക്കൊന്നും പോകുന്നില്ല, അപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു ഇത് മണം അതൊരു പ്രശ്നമായിട്ട് എടുക്കണ്ട എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ അത് തേച്ച് കുളിച്ച് ഒരു 10 മിനിറ്റ് ഒന്നും നീണ്ടു നിവർന്ന്, പണ്ട് പറയും നീണ്ടു നിവർന്ന് കിടക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് എങ്കിലും ഒന്ന് നീണ്ടു നിവർന്ന് കിടക്കുവാണെങ്കിൽ അത് വളരെ നമ്മളെ ഒത്തിരി സഹായിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ആൻറ്റി, അപ്പം ഹസ്ബൻഡ്സിന് എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാറുണ്ടോ, എന്താ ചെയ്യണ്ടേ? ഇങ്ങനെയുള്ള പ്രസവിച്ച് കഴിഞ്ഞിട്ട് അവരെ പഠിപ്പിക്കാറുണ്ടോ, ലൈക്ക് എന്താണ് ചെയ്ത് കൊടുക്കേണ്ടതെന്നൊക്കെ? കൊടുക്കാറുണ്ട്. പാർട്ട് ഓഫ് അമ്മ എന്ന് പറയുമെങ്കിലും പേരൻസ്, അച്ഛന്മാരും പാർട്ട് ഓഫ് ഇതാണ്, അവരും പേരൻസാണ്. അപ്പം ഒത്തിരിയും നമ്മൾ സാധാരണ ഈ അമ്മയ്ക്ക് എല്ലാ അഡ്വൈസ് കൊടുക്കുമ്പോഴും അപ്പനെ നമ്മൾ പെട്ടെന്ന് വരത്തില്ല. പക്ഷേ നമ്മളത് വന്നില്ലെങ്കിലും നമ്മളത് ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പേരൻസ് ഇവിടെ, എസ്പെഷ്യലി ഇവിടെ അപ്പനും അമ്മയും കൂടിയാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ ഇത്. അമ്മ എന്ന് പറയുമെങ്കിലും അപ്പനും അമ്മയും ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് വേണം കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട്. പിന്നെ പോസ്റ്റ്നേറ്റൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് അപ്പനും വരാം അമ്മയ്ക്കും വരാം. സാധാരണ എല്ലാവരും അമ്മയ്ക്ക് പോസ്റ്റ്നേറ്റൽ ഡിപ്രഷൻ, ഹോർമോണൽ ചേഞ്ച് കൊണ്ട് അമ്മയ്ക്ക് പോസ്റ്റ്നേറ്റൽ ഡിപ്രഷൻ വരും. പ്രത്യേകിച്ചും നമ്മൾ വേറെ ആരുമില്ലാതെ തന്നെയൊക്കെ ഇങ്ങനെ താമസിക്കുന്ന അവസരങ്ങളിൽ അപ്പനും അമ്മയ്ക്കും ഡിപ്രഷൻ ഉണ്ടാകാം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച്, ഓപ്പണായിട്ട് സംസാരിച്ച്, ഇപ്പം ആരുമില്ല എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നൊരു തോന്നലിൽ നിന്നാണ് ഈ ഡിപ്രഷൻ എന്നുള്ള സംഭവം, അല്ലെങ്കിൽ നിരാശ വരുന്നത്. ഒന്നാമത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത് അറിയത്തില്ല. നമ്മൾക്ക് ആദ്യമായിട്ടൊരു കുഞ്ഞിനെ കയ്യിലേക്ക് കിട്ടുകയാണ്, അന്നേരം അത് നമുക്ക് എന്ത് ചെയ്യണം, എനിക്കറിയാമോ, ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്നൊക്കെയുള്ള ഒരു തോന്നലുകൾ വരുമ്പോഴാണ് നമുക്ക് ഈ ഡിപ്രഷനൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് രണ്ടുപേർക്കും ഉണ്ടാകും, അപ്പനും ഉണ്ടാകും അമ്മയ്ക്കും ഉണ്ടാകും. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അത് ശരിയാണോ ഇത് ശരിയാണോ എന്നുള്ള ഇത് ചെയ്യാതെ നമ്മൾക്ക് തോന്നുന്ന എന്താ. പിന്നെ ഒപ്പീനിയൻസ് ഒത്തിരി ഇങ്ങനെ ആൾക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ഒപ്പീനിയനാണ് ഈ പറയുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഒപ്പീനിയനാണ്. അത് നമുക്ക് ചിലപ്പോൾ ശ്രുതിക്ക് അത് ശരിയാകണമെന്നില്ല. പക്ഷെ കേൾക്കുമ്പം ശ്രുതി ഒപ്പീനിയൻ കേട്ടിട്ട് അതിൽ നല്ലത് എന്ത് എനിക്ക് തോന്നുന്നതാണ് ചെയ്യേണ്ടത്. ഈ എൻ്റെ കൊച്ചിനെ എന്ത് നല്ലത് എന്ന് അപ്പനും അമ്മയ്ക്കും അറിയാം. വേറെ ആരേക്കാളും കൂടുതൽ, വല്യപ്പനേക്കാളും വല്യമ്മയേക്കാളും കൂടുതൽ സ്വന്തം അമ്മയ്ക്കും അപ്പനും അറിയാം എന്താണ് എൻ്റെ കുഞ്ഞിന് വേണ്ടതെന്ന്. അത് ദൈവം നമുക്കൊരു പേരൻസിനൊരു കൊച്ചിനെ കൊടുക്കുമ്പോൾ ദൈവം അത് ആ ഇൻസ്റ്റിങ്ക്റ്റ് മദറിനും ഫാദറിനും കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ച് അതങ്ങ് ചെയ്താൽ മതി. അത് ധൈര്യത്തോടെ അങ്ങനെ അങ്ങ് എൻ്റെ കൊച്ചിനെ ഞാൻ വളർത്തും, എനിക്കത് അറിയാം എന്നുള്ള ഒരു ധൈര്യം, ഒരു കോൺഫിഡൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ആ നിരാശ എന്നുള്ള സംഗതിയെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഇത് ചെയ്യണം. പിന്നെ അമ്മമാർക്ക് ഹോർമോണൽ ചേഞ്ചസ് ഉള്ളതുകൊണ്ട് കൂടുതൽ ഒരു ഡിപ്രഷൻ ഇത് വരാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അത് ഓപ്പണായിട്ട് സംസാരിച്ച്, ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിച്ച്, കാര്യങ്ങൾ സംസാരിച്ച്, അല്ലെങ്കിൽ ഒപ്പീനിയൻസ് ചോദിച്ച്, ഒപ്പീനിയൻ ചോദിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ടത് എല്ലാവരും പറയുമല്ലോ, അതിൽ നിന്ന് നമുക്ക് ചേരുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് ചെയ്യുക. അങ്ങനെ അപ്പം നമ്മൾ തന്നെ നമ്മുടെ ചിന്തകളെ നല്ലതായിട്ട് ചിന്തിച്ച് നല്ലതായിട്ട് ചെയ്തിട്ട് കോൺഫിഡൻസ് ആയിട്ട് പിള്ളേരെ വളർത്തുക. അതാണ് എൻ്റെ അഭിപ്രായം.
താങ്ക് യു ആൻറ്റി, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ ഇപ്പോൾ പേരൻസിന് വരാൻ പറ്റാത്ത, ഇപ്പോഴും ഈവൻ നമ്മുടെ കോവിഡ് ഇതൊക്കെ കഴിഞ്ഞു, പക്ഷേ ഇപ്പോൾ കൂടെ പേരൻസിന് വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ ഇപ്പം ആൻറ്റിയുടെ അഡ്വൈസ് എടുത്തിട്ട് അല്ലെങ്കിൽ ആൻറ്റീനെ എങ്ങനെ കോണ്ടാക്ട് ചെയ്ത് അല്ലേ, ഇപ്പോഴും ആൻറ്റി ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ, നമ്മൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട് ആൾക്കാർ, കഴിയുന്നതും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പണ്ട് ആദ്യം തുടങ്ങിയപ്പോൾ ഇതൊരു റിട്ടയർ ആകുമ്പോൾ ഇതൊരു ബിസിനസ് പോലെ തുടങ്ങണം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. പിന്നെ അത് എനിക്ക് അധികം സമയം കിട്ടാറില്ല. ഞാൻ തിരക്കായി, എനിക്ക് ഓക്ലൻഡിൽ പോകണം, മകളുടെ കാര്യങ്ങൾ, മകൻ്റെ കാര്യങ്ങൾ, മകൻ്റെ പിള്ളേരുടെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ തിരക്കായി. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇതുവരെ ഞാൻ ആരെയും അങ്ങനെ റെഫ്യൂസ് ചെയ്തിട്ടില്ല. എല്ലാവർക്കും അഡ്വൈസ് കൊടുക്കാനുള്ളത് കൊടുക്കും. ചില സാഹചര്യങ്ങളിൽ കുളിപ്പിക്കാൻ പോകാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അപ്പം അവർക്ക് ഞാൻ അഡ്വൈസ് ഫോണിൽ കൂടെ വീഡിയോ കോൾ ചെയ്തിട്ട് കൊച്ചുങ്ങളെ കണ്ട് അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കഴിയുന്നതും ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം, ഞാൻ കഴിയുന്നതും ഹെൽപ്പ് ചെയ്യും. എൻ്റെ പാഷനാണ്, ഞാനത് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ചെയ്യാവുന്നിടത്തോളം ഞാൻ ഹെൽപ്പ് ചെയ്യാൻ സന്തോഷമാണ്. നല്ലൊരു കാര്യമാണ്. അപ്പോൾ ആൻറ്റീനെ ഇനി കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ഇത് കൊടുക്കാം, ഡീറ്റെയിൽസ് കൊടുക്കാം, ആൻറ്റിയുടെ ഫോൺ നമ്പർ കൊടുക്കാം. അപ്പം ഇപ്പൊ ഫോണിൽ കൂടെ തന്നെ ആൻറ്റിക്ക് അഡ്വൈസ് കൊടുക്കാമല്ലോ അല്ലേ. അപ്പം ഓൾ ഓവർ ന്യൂസിലൻഡ് നമുക്ക് ആൻറ്റിയുടെ ഹെൽപ്പ് അല്ലെങ്കിൽ ആൻറ്റീനെ വിളിക്കാൻ സാധിക്കുമല്ലോ അല്ലേ. ഓ നൈസ്, ഇറ്റ്സ് വെരി ഗുഡ് ഇനിഷ്യേറ്റീവ് ആൻറ്റി. എനിക്കത് കേട്ടപ്പോൾ ഞാനത് മിസ് ചെയ്തു. ഞാൻ 2020 എനിക്ക് പ്രഗ്നൻസി വന്നത്. അപ്പം ആ സമയത്ത് ഞാൻ അപ്പം ആൻറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഐ വുഡ് ഹാവ് ഡെഫിനറ്റ്ലി കോൾഡ് യു. ഞാൻ ശരിക്കും മിസ് ചെയ്തു എന്ന് തന്നെ ഇപ്പം തോന്നുന്നു, കാരണം പേരൻസിനെ ആ സമയത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം താങ്ക് യു സോ മച്ച് ആൻറ്റി. ഇനി എന്തെങ്കിലും നമ്മുടെ ലിസണേഴ്സിനോട് പറയാനുണ്ടോ? എന്തെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ ആൻറ്റി? വിട്ടുപോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എൻ്റെ ഫോൺ നമ്പർ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം, എപ്പോൾ വേണേലും വിളിക്കാം. അപ്പം അന്നേരം തന്നെ ഫോൺ എടുത്തില്ലെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ്, ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കാം. അഡ്വൈസ് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ആൻറ്റി. താങ്ക് യു.